തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കാനായെന്ന് ബി.ജെ.പി. നേതാക്കൾ അവകാശപ്പെടുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യം കൈവരിക്കാൻ കേരളത്തിലെ ബി.ജെ.പിക്ക് ആയില്ല. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വൻ മുന്നേറ്റമുണ്ടാക്കണമെന്നായിരുന്നു അമിത്ഷായുടെ നിർദ്ദേശം. എല്ലാ വാർഡുകളിലും മത്സരിക്കുകയും പരമാവധി സീറ്റുകൾ നേടുകയും വോട്ട് വിഹിതം 25% ഉയർത്തുകയും ചെയ്യണമെന്നതായിരുന്നു അമിത്ഷാ മുന്നോട്ട് വെച്ച പ്രധാന ലക്ഷ്യങ്ങൾ. ജൂലൈ 12-ന് തിരുവനന്തപുരം മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന വാർഡ് തല നേതൃസംഗമത്തിൽ വെച്ചാണ് അമിത്ഷാ ഈ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം ഇത്തവണ എൻ.ഡി.എക്ക് ലഭിച്ചത് 14.71% വോട്ടാണ്. ഈ ഫലം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ട് വിഹിതത്തെക്കാൾ കുറവാണ്. പാർട്ടി കേരളത്തിൽ സ്ഥിതി മെച്ചപ്പെടുത്തുകയല്ല, ജനപിന്തുണയിൽ പിന്നോട്ടു പോവുകയാണ് ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിജയിച്ച വാർഡുകളുടെ ആകെ എണ്ണത്തിലും ശ്രദ്ധേയമായ വർധനവ് രേഖപ്പെടുത്താനായിട്ടില്ല. എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിച്ചെടുക്കാനായതും നഗരസഭകളിൽ മുന്നേറ്റം കൈവരിക്കാനായതും പാർട്ടിയുടെ നേട്ടങ്ങളായി ബി.ജെ.പി. നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. വോട്ട് വിഹിത കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് 17.2%, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.53%, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.26% ലഭിച്ചിരുന്നു. സീറ്റ് നിലയിൽ 2020 1600 വാർഡുകളിൽ വിജയം നേടിയ എൻ.ഡി.എ ഇത്തവണ 1920 വാർഡുകളിലേക്കാണ് നേട്ടം വർദ്ധിപ്പിച്ചത്. എൻ.ഡി.എ പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വോട്ടുകളും കൂട്ടിച്ചേർത്താൽ ആകെ വിധത്തിൽ ചെറിയ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എങ്കിലും പ്രഖ്യാപിച്ച 23,576 വാർഡുകളിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ എൻ.ഡി.എക്ക് സാധിച്ചില്ല. ഇത്തവണ എൻ.ഡി.എ പിന്തുണയോടെയും 21,065 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഏകദേശം 10% വാർഡുകളിൽ എൻ.ഡി.എ മത്സരിച്ചില്ല.